നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചത് പ്രാർത്ഥനയെ കുറിച്ചാണ്. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? എന്താണ് അച്ഛൻ പറഞ്ഞതെന്ന്? കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രാർത്ഥനയെ കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി, ധ്യാനിക്കുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥനയുടെ എന്തിന് നമ്മൾ പ്രാർത്ഥിക്കണം, 2 പോയിന്റുകൾ അച്ഛൻ പറയുകയുണ്ടായി കഴിഞ്ഞ ആഴ്ച. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം? ഒന്നാമതായിട്ട് നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? പിശാചിനെ തോൽപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ വേറെന്തായിരുന്നു? പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഒന്നാമത്തേത് പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. 2 പിശാചിനെ തോൽപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്ന് അച്ഛൻ പറയാനായിട്ട് പോകുന്നത് മൂന്നാമത്തെ കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സഹനങ്ങളിൽ തളരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയില്ലാത്ത ഒരു വ്യക്തിക്കും സഹനങ്ങളിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയില്ല, ഒരിക്കലും സാധിക്കുകയില്ല. ഈശോ സഹനാനുഭവങ്ങളൊക്കെ മറികടന്നത്, അല്ലെങ്കിൽ സഹനങ്ങളിലൊക്കെ ഈശോയ്ക്ക് ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞത് ഈശോ പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നത് കൊണ്ടാണ്. വളരെ വ്യക്തമായിട്ട് കേൾക്കണം കേട്ടോ, വളരെ വ്യക്തമായിട്ട്. സെയിന്റ് ജോസഫിലായിരുന്ന സമയത്ത് ഈശോയുടെ 4 പ്രാർത്ഥന അനുഭവങ്ങൾ എന്താണെന്ന് ഞാൻ പല പ്രാവശ്യം പ്രസംഗത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. 4 മേജർ പ്രയർ എക്സ്പീരിയൻസസ് ഓഫ് ജീസസ്. 4 മേജർ പ്രയർ എക്സ്പീരിയൻസസ് ഓഫ് ജീസസ്. ഈശോ ഒത്തിരി തവണ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഈശോയുടെ ജീവിതത്തില് 4 മേജർ പ്രയർ എക്സ്പീരിയൻസുകളുണ്ട്. ഒന്നാമത്തേത് ഏതായിരിക്കാം? മരുഭൂമിയില് ഈശോ പ്രാർത്ഥിക്കുന്നത്. വലതുകരം ഉയർത്തി ഒന്ന് പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ലൂക്കാ 4:12 അവിടെ നമ്മൾ കാണുന്നുണ്ട് ഈശോ എത്ര ദിവസം? 40 രാവും 40 പകലും മരുഭൂമിയില് ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതൊരു ഈശോയുടെ ജീവിതത്തിലെ മേജർ പ്രയർ എക്സ്പീരിയൻസ് ആണ്. കർത്താവ് 40 ദിനരാത്രങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടാണ് പിന്നീട് പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഒന്നാമത്തെ പ്രയർ എക്സ്പീരിയൻസ് ഏതാ? മരുഭൂമി. മറക്കോ? വ്യക്തമായിട്ട് ഓർക്കണം. ഒന്നാമത്തെ പ്രയർ എക്സ്പീരിയൻസ് മരുഭൂമിയിൽ ഈശോ പ്രാർത്ഥിക്കുന്നതാണ്. ഇനി രണ്ടാമത്തേത് ലൂക്കാ 3:21 മുതലുള്ള വാക്യങ്ങളില് ഈശോയുടെ ജ്ഞാനസ്നാനം. രണ്ടാമത്തേതാ? ഈശോയുടെ ജ്ഞാനസ്നാനം. ജ്ഞാനസ്നാനത്തിന്റെ അവസരത്തില് ഈശോ ജോർദാൻ നദിക്കരയിൽ വെച്ച് സ്നാപക യോഹന്നാനിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ എഴുന്നള്ളി വരുന്നു. എന്നിട്ട് എന്ത് സ്വരമുണ്ടാകുന്നു? ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കണ്ടോ? ഇത് കർത്താവിന്റെ രണ്ടാമത്തെ മേജർ പ്രയർ എക്സ്പീരിയൻസ് ആണ്. ഒന്നാമത്തേതാ? മരുഭൂമിയിൽ ഈശോ പ്രാർത്ഥിക്കുന്നു 40 ദിനരാത്രങ്ങൾ. രണ്ടാമത്തേതാ? ജ്ഞാനസ്നാനം. ഇനി മൂന്നാമത്തേത് ലൂക്കാ സുവിശേഷത്തിൽ തന്നെ നമ്മൾ കാണുന്നത് 9-ാം അധ്യായത്തിലാണ്. ഈശോയുടെ രൂപാന്തരീകരണം, ട്രാൻസ്ഫിഗറേഷൻ ഓഫ് ജീസസ്. മൂന്നാമത്തേതാ? രൂപാന്തരീകരണം. രൂപാന്തരീകരണത്തിൽ എന്ത് സംഭവിക്കുന്നു? ഈശോ തന്റെ ശിഷ്യന്മാരായ യാക്കോബ്, യോഹന്നാൻ, പിന്നെ സിമിയോൻ, പത്രോസ്, ഇവരെ 3 പേരെയും കൂട്ടിയിട്ട് മലമുകളിലേക്ക് കയറുന്നു. അവിടെ വെച്ച് എന്ത് സംഭവിക്കുന്നു? ഈശോ രൂപാന്തരപ്പെടുന്നു. രൂപാന്തരപ്പെടുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്ന് ആരിറങ്ങി വരുന്നു? 2 പേര് ഇറങ്ങി വരുന്നുണ്ട്. ആരൊക്കെയാ? മോശയും ഏലിയായും. വെരി ഗുഡ്. ഒത്തിരി സന്തോഷമുണ്ട്. ബൈബിൾ വായിക്കുന്നവരാണ് നിങ്ങൾ എല്ലാവരും കേട്ടോ. അപ്പൊ അതിൽ ഒത്തിരി സന്തോഷം. വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇതാണ് ഈശോ രൂപാന്തരീകരണ സമയത്ത് മോശയും ഏലിയായും ഇറങ്ങി വരുന്നു. എന്നിട്ട് രൂപാന്തരീകരണത്തിന് ശേഷം ഈശോ നേരെ ജെറുസലേമിലേക്ക് പോകുന്നുണ്ട്.
ജെറുസലേമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈശോയുടെ ജീവിതത്തിലെ 4ാമത്തെ മേജർ പ്രെയർ എക്സ്പീരിയൻസ് നടക്കാണ്. അതേതായിരിക്കും? ഗെത്സമനയില് ഈശോ പ്രാർത്ഥിക്കുന്നത്. വലതുകരം ഉയർത്തി ഒന്ന് പറഞ്ഞേ, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. അതാണ് ഈശോയുടെ 4ാമത്തെ മേജർ പ്രെയർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഗെത്സമനയിൽ പ്രാർത്ഥിക്കുകയാണ്. ഈശോ പറയുന്നുണ്ടല്ലോ, ചോര വിയർത്ത് ഈശോ പ്രാർത്ഥിച്ചെന്നാ പറയുക. യഥാർത്ഥത്തില് പ്രാർത്ഥിക്കുമ്പോ ചോര വിയർക്കോ? യഥാർത്ഥത്തില് നമ്മള് ശരീരത്തില്, നമ്മുടെ ആത്മാവില് ഇത്ര ഡെല്ലില് കൂടുതല് വേദന നമ്മുടെ ആത്മാവില് വന്നു കഴിഞ്ഞാല്, ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാല് രക്തം വാർത്ത് നമ്മള് ആ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന പറയുക. യഥാർത്ഥത്തിൽ ഈശോ രക്തം വാർത്തു എന്നുള്ളത്, ഈശോയുടെ രോമകൂപങ്ങളിലൂടെ രക്തം വന്നു എന്നുള്ളത് ഒരു ചരിത്ര സംഭവമാണ്. അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇത്രയും ഈ ഒരു ചിന്ത മനസ്സിലേക്ക് വരണം. ഈശോയുടെ ശരീരത്തിലോ ആത്മാവിലോ ജീവിതത്തിലോ പാപമില്ല. പാപമില്ലാത്ത നിഷ്കളങ്കനായ കുഞ്ഞാടിന്റെ ശരീരത്തിലേക്കാണ്, ഹൃദയത്തിലേക്കാണ്, ആത്മാവിലേക്കാണ് ഈ ലോകത്തിന്റെ പാപം മുഴുവനും ഏൽപ്പിക്കപ്പെടുക, ചുമക്കപ്പെടുക. അങ്ങനെ വന്നു കഴിയുമ്പോ ഈശോയ്ക്ക് ആ ഭാരം ശരീരത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാതെ വരുമ്പോ, ആത്മാവിൽ ഉൾക്കൊള്ളാൻ കഴിയാതെ വരുമ്പോഴാണ് രക്തം വാർത്ത് ഈശോ പ്രാർത്ഥിക്കുക. വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞേ, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയുവാണെങ്കിൽ, ഇപ്പോ അച്ഛൻ മദ്യപിക്കാത്ത ഒരാളാണ്. അത് നിങ്ങൾക്കറിയാലോ, ഞാൻ മദ്യപിക്കാത്ത ഒരാളാണ്. മദ്യപിക്കാത്ത, ഇതുവരെ മദ്യം രുചിച്ചു പോലും നോക്കാത്ത ഒരാളാണ്. ഇപ്പൊ എനിക്ക് ഒരാൾ കൊണ്ടുവന്നിട്ട് ഒരു കുപ്പി മദ്യം കൊണ്ടുവരാണ്. മദ്യം കൊണ്ടുവന്നിട്ട് ഒരു കുപ്പി മദ്യം മുഴുവനും എന്നെ കൊണ്ട് കുടിപ്പിക്കുകയാണ് നിർബന്ധപൂർവം. എനിക്ക് പിന്നെ നിൽക്കാൻ പറ്റുമോ? മദ്യപിക്കാത്ത ഒരാള് മദ്യപിച്ചു കഴിഞ്ഞാൽ ആ ശരീരത്തിന് താങ്ങാൻ പറ്റത്തില്ല. പക്ഷെ മദ്യപിക്കുന്ന ഒരാള് മദ്യപിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കോ? ഒരു കുഴപ്പമുണ്ടാവില്ല. വളരെ ഈസി ആയിട്ട് നടക്കാൻ പറ്റും. ഇതുപോലെയാണ് നമ്മുടെ ഈശോയില്, അവന്റെ ഹൃദയത്തിലോ ആത്മാവിലോ ശരീരത്തിലോ പാപം ഒന്നുമില്ല. പാപമില്ലാത്ത കുഞ്ഞാടിന്റെ ശരീരത്തിലേക്ക് ഈ ലോകത്തിന്റെ പാപങ്ങൾ മുഴുവനും വന്നു കഴിഞ്ഞപ്പോ ഈശോയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഈശോയുടെ രോമകൂപങ്ങളിലൂടെ രക്തമൊഴുകാനായിട്ട് ഇടവന്നത്. വലതുകരം ഉയർത്തി ഒന്ന് പറഞ്ഞേ, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. അപ്പൊ ഈശോയുടെ ജീവിതത്തിലുള്ള 4 പ്രെയർ എക്സ്പീരിയൻസുകൾ ഏതൊക്കെയാ? മെയിൻ ആയിട്ടുള്ള ഒന്ന്, മരുഭൂമിയിൽ ഈശോ 40 ദിനരാത്രങ്ങളെ പ്രാർത്ഥിക്കുന്നത്. രണ്ടാമത്തേത് എവിടെ? ജ്ഞാനസ്നാനം. മൂന്നാമത്തേത് രൂപാന്തരീകരണം. നാലാമത്തേത് ഗെത്സമനയില്. അങ്ങനെ ഈ 4 മേജർ പ്രെയർ എക്സ്പീരിയൻസുകൾ കഴിഞ്ഞിട്ട് കർത്താവ് എങ്ങോട്ട് പോകുന്നു? കുരിശിലേക്ക് പോകുന്നു, കാൽവരിയിലേക്ക് പോകുന്നു. ലൂക്ക 23:34 ഈശോയാകട്ടെ ഇപ്രകാരം പ്രാർത്ഥിച്ചു, പിതാവേ, തങ്ങൾ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ലൂക്ക 23:46 പിതാവേ, അങ്ങയുടെ തൃക്കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞതിന് ശേഷം അവിടുന്ന് പ്രാണൻ വെടിഞ്ഞു. ഈ 4 മേജർ പ്രെയർ എക്സ്പീരിയൻസുകൾ കഴിഞ്ഞ് പ്രാർത്ഥനയുടെ ശക്തി ആർജിച്ച് ആത്മാവിന്റെ നിറവില് ജീവിതത്തിന്റെ ഏത് തടസ്സങ്ങളും കുരിശുകളും അഭിമുഖീകരിക്കാൻ കർത്താവ് തയ്യാറായിട്ടാണ് കുരിശിലേക്ക് ചെന്നേക്കുന്നത്. വലതുകരം ഉയർത്തി, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. അതാണ് പ്രാർത്ഥനയുള്ള വ്യക്തികൾക്ക് സഹനങ്ങളില് നിശബ്ദരായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. പ്രാർത്ഥനയില്ലാത്ത ഒരു വ്യക്തിക്കും സഹനങ്ങളെ
ധൈര്യത്തോടെ അഭിമുഖീകരിക്കാനായിട്ട് സാധിക്കുകയില്ല. ഇപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും സഹനങ്ങളായിട്ട് ദൈവത്തോട് പിറുപിറുക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തോട് എതിരിടുന്നുണ്ടെങ്കിൽ, യു ആർ ഹാവിങ് ലാക്ക് ഓഫ് പ്രെയർ എക്സ്പീരിയൻസ്. നിനക്ക് എനിക്ക് യഥാർത്ഥത്തിൽ ആഴത്തിലുള്ള പ്രാർത്ഥന അനുഭവമില്ല. യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥനാനുഭവം ഉണ്ടായിരുന്നെങ്കിൽ സഹനങ്ങളുടെ സമയത്ത് നിശബ്ദനായി നീ ഇരുന്നേനെ. വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഇനിയും കുറെ കൂടി പ്രാർത്ഥന അനുഭവത്തില് മുന്നേറേണ്ടിയിരിക്കുന്നു. സഹനങ്ങളിലാണ് യഥാർത്ഥത്തില് ഈശോയുടെ മുന്നില്, ഈശോയെ ഞാൻ അങ്ങയുടെ മകനാണ്, ഞാൻ അങ്ങയുടെ മകളാണ്, എന്ത് സഹനം വന്നാലും അങ്ങയ്ക്കെതിരെ ഞാൻ പിറുപിറുക്കില്ല, അങ്ങയിൽ നിന്ന് ഞാൻ അകന്നു പോകില്ല എന്ന് തെളിയിക്കേണ്ട ഒരു അവസരം. ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ സഹനം വരുമ്പോൾ ഈശോയെ ഇട്ടിട്ട് പോകുന്ന വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒത്തിരി പേര്. ഒരിക്കലും ഞാൻ പ്രസംഗത്തില് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് OET പഠിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യൻ, അവൻ എല്ലാ ദിവസവും പള്ളിയിൽ വരുമായിരുന്നു. എല്ലാ ദിവസവും ഞാൻ ഓർക്കാണ്, അവൻ്റെ തലയിൽ ഒരു തൊപ്പിയൊക്കെ ഉണ്ടാവും. പള്ളിയിൽ വന്നു കഴിയുമ്പോൾ അത് ഊരി വെക്കും. എല്ലാ ദിവസവും പള്ളിയിൽ വരും. എന്നിട്ട് മുടങ്ങാതെ പള്ളിയിൽ വന്ന് OETയുടെ അന്ന് രാവിലെ എൻ്റെ അടുത്ത് വന്ന്, അച്ഛാ പ്രാർത്ഥിക്കണം, ഇന്ന് OET എക്സാമാണ്, അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചൊക്കെ വിട്ടു. പിന്നെ അവനെ കുറേ നാളത്തേക്ക് ഞാൻ പള്ളിയിൽ കണ്ടിട്ടില്ല. കുറേ നാളത്തേക്ക് ആ ചെറുക്കൻ പള്ളിയിൽ വന്നിട്ടേ ഇല്ല. അങ്ങനെ ഒരു ദിവസം വ്യാഴാഴ്ച ഞാൻ ഓർക്കുന്നുണ്ട്, ഇപ്പോഴും ഓർക്കുന്നുണ്ട്, കുമ്പസാരക്കൂട്ടിൽ നിന്ന് അന്ന് ഏകദേശം 8 മണി കഴിഞ്ഞപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അവൻ പള്ളിയിലേക്ക് ഒരു ട്രൗസറൊക്കെ ഇട്ട് വളരെ ലാഘവത്തോടെ കയറി വരാണ്. പണ്ട് വന്നിരുന്ന ഒരു പയ്യനേ അല്ല. അവൻ്റെ മുഖത്തൊക്കെ ഒരു അരൂപി നഷ്ടപ്പെട്ടു പോയ ഒരു അനുഭവം എനിക്ക് വായിച്ചെടുക്കാമായിരുന്നു. വളരെ ഈശോയെ കാണുമ്പോൾ ഒരു അനുഭവം ഇല്ലാത്ത പോലെ വളരെ ലാവിഷായിട്ട് ഇങ്ങനെ കയറി വരാണ്, ആടി പള്ളിയിലേക്ക് വരാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തു പറ്റി? നിന്നെ കുറെ നാളായല്ലോ കണ്ടിട്ട്, പള്ളിയിലോട്ടൊന്നും വരുന്നില്ലല്ലോ. അപ്പം പറയായിരുന്നു, വളരെ നിഷേധാത്മകമായിട്ട് പറയും, ഞാൻ എന്തിനാ പള്ളിയിൽ വരുന്നത്? ഞാനേ 1-2 മാസം ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചു, ഔസേപ്പിതാവിനോടും പ്രാർത്ഥിച്ചു, ഉണ്ണീശോനോടും പ്രാർത്ഥിച്ചു, OET ജയിപ്പിച്ചില്ലല്ലോ. അന്ന് അച്ഛനൊരു കാര്യം കൂടി കേട്ടോ, ഞങ്ങൾ 10 പേരാണ് പരീക്ഷ എഴുതാനായിട്ട് ഹോസ്റ്റലിൽ നിന്ന് പോയത്. 10 പേര്. അതിൽ 9 എണ്ണവും പള്ളിയിലും പോകില്ല, അമ്പലത്തിലും പോകില്ല, പ്രാർത്ഥിക്കാത്തങ്ങളാണ്. പ്രാർത്ഥിക്കുന്ന ഒറ്റ ഒരാളെ ഉണ്ടായുള്ളത് ഞാനാണ്. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ വന്നിട്ട് ഞാൻ ജയിച്ചില്ല, ബാക്കി 9 എണ്ണവും ജയിച്ചു, OET പാസ്സായി. പിന്നെ ഞാൻ എന്തിനാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്? വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. അവൻ പറഞ്ഞത് ശരിയല്ലേ? അവൻ ചോദിച്ചത് ശരിയല്ലേ? 9 പേരും ജയിച്ചു, അവൻ മാത്രം ജയിച്ചില്ല. ദൈവത്തെ ഇങ്ങനെ തുരുതുരാ അവൻ കുറ്റം പറയാണ്. അവനോട് പിടിച്ചു നിൽക്കാനൊന്നും പറ്റിയില്ല എനിക്ക്. വളരെ എളിമയോടെ ഞാൻ പറയാണ്, വളരെ ലോജിക്കലായിട്ട് അവൻ സംസാരിക്കുകയാണ്. അവൻ പതിയെ അവൻ പറയാണ്, അച്ഛൻ ഞാനിപ്പോ പ്രാർത്ഥിക്കാറൊന്നുമില്ല, പള്ളിയിലൊന്നും പോകാറില്ല, പണ്ട് ജപമാലയൊക്കെ ചൊല്ലി നടക്കുന്നു, അതൊന്നും ഒരു കാര്യമില്ല. ഇപ്പൊ അത്യാവശ്യം മദ്യപിക്കും, സിഗരറ്റൊക്കെ വലിക്കും. അപ്പൊ ഈ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ അവനോട് ഒരു കാര്യം പറഞ്ഞു, ജീവിതത്തിൽ എല്ലാവരും ഒന്ന് കേട്ടിരിക്കണം, ഇതൊരു ദൈവികമായ ജ്ഞാനമാണ്, എപ്പോഴെപ്പോഴും ഞാൻ പറയത്തില്ല, ശ്രദ്ധിച്ച് കേൾക്കുക. ഇതാണ്, നീ പ്രാർത്ഥിച്ചിട്ടും നിന്റെ സഹനം മാറിയില്ല, നീ പ്രാർത്ഥിച്ചിട്ടും നിന്റെ ജീവിതത്തില് നീ പ്രാർത്ഥിച്ച കാര്യം നടന്നില്ല, പക്ഷെ പ്രാർത്ഥിച്ചിട്ടും നീ അതേ സഹനത്തിൽ തന്നെ തുടരാണെന്ന് വിചാരിച്ചോ? ഈ പയ്യന്റെ കേസ് നിങ്ങൾ എടുത്തോ. അവൻ 2 മാസമായിട്ട് ഭയങ്കര പ്രാർത്ഥനയാണ്, രാവില്ല പകലില്ല. ഞാൻ കാണുമ്പോഴൊക്കെ കൊന്തയൊക്കെ പിടിച്ച് നടക്കാണ്. അങ്ങനെ നടന്ന പയ്യന് OET ജയിച്ചില്ല. പ്രാർത്ഥിക്കാത്തവരെന്തു പറ്റി? ജയിച്ചു. അവൻ പറയുന്നത് എന്താ? ദൈവത്തിന് കണ്ണില്ല, സ്നേഹമില്ല. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയോ? ഇവൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ഇവൻ ഈ സഹനം ഏറ്റെടുക്കാൻ പറ്റുന്നത്. ഇവൻ പ്രാർത്ഥിച്ചൊരുങ്ങിയില്ലായിരുന്നെങ്കിൽ ഇവന്റെ അവസ്ഥ പണ്ടത്തേക്കാൾ പരിതാപകരമായേനെ. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടും സഹനങ്ങൾ മാറുന്നില്ലെങ്കിൽ മനസ്സിലാക്കിക്കോ, ഈശോ ആ പ്രാർത്ഥനാനുഭവത്തിലൂടെ ആ സഹനം ഏറ്റെടുക്കാനുള്ള കൃപ തരുന്നുണ്ട്. നമ്മൾ ആ കൃപയോടൊന്ന് സഹകരിച്ചാൽ മതി.
ആ സമയത്ത് നിരാശപ്പെട്ട് വല്ലാതെ ദൈവത്തിൽ നിന്ന് അകലരുത്. ഈ പയ്യന് സംഭവിച്ചതുപോലെ ദൈവത്തിൽ നിന്ന് അകലരുത്. ഞാൻ അവനോട് പറഞ്ഞു, നീ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് കർത്താവിന് നിന്റെ ഭാവി അറിയാം. നീ പരീക്ഷയ്ക്ക് ജയിക്കില്ലായിരുന്നെന്ന് കർത്താവിനറിയാം. അപ്പൊ കർത്താവ് എന്ത് ചെയ്യായിരുന്നു? നിന്റെ ആ പ്രാർത്ഥന കേട്ട് നിന്നെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സഹനം ഏറ്റെടുക്കാനുള്ള കൃപ തരികയാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാവും. നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടാവില്ല. അതിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്നത്, ഒന്ന്, നിന്റെ ആത്മാവിന്റെ ജീവിതത്തിന്റെ ശുദ്ധീകരണം. രണ്ട്, പ്രാർത്ഥനയിലൂടെ കൃപയിൽ വളരാൻ, ആത്മീയ അഭിഷേകത്തിൽ വളരാനുള്ള ഒരു അവസരം കർത്താവ് ഒരുക്കി തരാണ്. വലതുകരം ഉയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പിന്നെ നമ്മുടെ സിറ്റി സെയിന്റ് ജോസഫ് ഇടവകയിലുള്ള ഒരു ചേച്ചിയുടെ കഥ ഞാൻ പലപ്പോഴും ധ്യാനാവസരങ്ങളിലൊക്കെ പറയാറുള്ളതാണ്. ജീവിതം, അനുഭവം. റീത്ത എന്ന് പറയുന്ന ഒരു ചേച്ചിയെ കുറെ പേർക്ക് അറിയാമായിരിക്കും. സെയിന്റ് ജോസഫിലെ വായിൽ ക്യാൻസർ വന്ന് മരിച്ച, അറിയോ? അന്ന് അവരുടെ ഫ്യൂണറലിന് വളരെ കുറച്ച് പേരെ അവിടെ ഉണ്ടായുള്ളൂ. റിജുവേട്ടൻ ഉണ്ടായിരുന്നോ? കെനിയേട്ടൻ ഉണ്ടായിരുന്നു? നിങ്ങൾ ആരൊക്കെയോ അവിടെ ഉണ്ടായിരുന്നു? വളരെ കുറച്ച് പേരെ ഉണ്ടായുള്ളൂ. അപ്പൊ ഞാൻ അവര് മരിക്കുന്നതിന് മുമ്പ് അവരെ കാണാൻ പോയിരുന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ ആ വീട്ടിലും ഭയങ്കര മണമാണ്. അതായത് വായിൽ ക്യാൻസർ വന്നിട്ട് ഭയങ്കര ദുർഗന്ധമാണ്. അപ്പൊ ആ ചേച്ചി എന്നോട് പറയാം, അച്ഛൻ അടുത്തോട്ട് വരണ്ട, അവിടെ നിന്നോ. പക്ഷെങ്കിലും ഞാൻ അടുത്തേക്ക് ചെന്നു. ഞങ്ങള് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ എൻ്റെ ജീവിതത്തെ വല്ലാത്ത ബോധ്യം തന്നൊരു സ്ത്രീയാണ്. ഭയങ്കരമായിട്ട് ബോധ്യം തന്നു. സഹനത്തില് എങ്ങനെ ഈശോയോട് ചേർന്ന് നിൽക്കാമെന്ന് പഠിപ്പിച്ചു തന്ന വേറൊരു വ്യക്തി അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഒരു ഭയങ്കര പ്രത്യാശ, ആ സഹനത്തിന്റെ നിമിഷത്തിലൊക്കെ ഭയങ്കര പ്രത്യാശയോടെ നിൽക്കുകയാണ്. അവര് പറയാണ്, വിവാഹം കഴിഞ്ഞ് മദ്യപനായ ഒരു ഭർത്താവ്, വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ മദ്യപിച്ച് വരും, ഇടിയും തൊഴിയും, ആകപ്പാടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോവുമായിരുന്നു. പിന്നീട് ഈ ഭർത്താവ് ക്യാൻസർ രോഗം വന്ന് മരിച്ചു. പിന്നെ മകളും ഇതേ ക്യാൻസർ രോഗം വന്ന് മരിച്ചു. ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നത് 18-19 വയസ്സുള്ളത്, അവൻ ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചു. അവസാനം ഈ സ്ത്രീ ഒറ്റക്കായിട്ട് നിൽക്കുമ്പോഴാണ് ഇവർക്ക് വായിൽ ക്യാൻസർ വരുന്നത്. അപ്പൊ എന്നോട് പറയുമായിരുന്നു, അച്ഛാ, അവരിൽ നിന്നാണ് ഞാൻ വചനമൊക്കെ എഴുതിയെടുക്കാൻ തോന്നിയത്. അവർ പറയുമായിരുന്നു, ജോബ് 19:26, എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും കർത്താവെ, എൻ്റെ മാംസത്തിൽ നിന്നുകൊണ്ട് നിന്നെ ഞാൻ കാണും. ഭയങ്കര വിശ്വാസം എവിടെയും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള അവരിങ്ങനെ ചലവൊഴുകാണ്. ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടു അവരെ. അങ്ങനെ വിട്ടിട്ട് ഒരു പരഗതിയും ഇല്ലാതെ നിൽക്കാണ്. നമ്മളൊക്കെ ആണെങ്കിൽ നിരാശപ്പെടത്തില്ലേ? ദൈവത്തെ തള്ളിപ്പറയത്തില്ലേ? നമ്മൾ ചിലപ്പോൾ ദൈവത്തെ തള്ളിപ്പറയും. അത്രയും വേദനയിലൂടെയും നിരാശയിലൂടെയും കടന്നു പോകുന്ന ഒരു അനുഭവമായിരിക്കാം. പക്ഷെ ആ സ്ത്രീ അത് പ്രത്യാശയുടേതാക്കി മാറ്റി. എന്നിട്ട് എന്നോട് പറയാണ്, അച്ഛാ, ഇന്നലെ ഞാൻ ഉറങ്ങിയില്ലായിരുന്നു, പക്ഷെ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ കർത്താവ് ചെറിയൊരു സമാധാനം തന്നു. അത് ഇത്ര സെക്കൻഡ് മാത്രം ചെറിയൊരു വേദന ഇതാക്കി തന്നു. കണ്ടോ അച്ഛ, കണ്ടോ ഈശോ, കണ്ടോ? പറയുന്നത് എങ്ങനെയാണ്? വാപത്തിയിട്ട് പറയുന്നത് കണ്ടോ? ഒന്നും ക്ലിയർ ആവത്തില്ല. പക്ഷെ അത്രയും വേദന അനുഭവിച്ച് അവര് ഭയങ്കര ഒരു എന്താ പറയാ, വലിയൊരു സഹനത്തിന്റെ പുത്രി. സഹനത്തിന്റെ സമയത്ത് നമ്മൾ എങ്ങനെ നിൽക്കണമെന്ന് എൻ്റെ ജീവിതത്തിൽ പഠിപ്പിച്ചു തന്നൊരു സ്ത്രീയാണ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർ മരിച്ചു. ഞാൻ എൻ്റെ പട്ടം സെയിന്റ് ജോസഫിൽ നടക്കാൻ പോവാണ്. അപ്പോൾ തലേ ദിവസം പ്രാക്ടീസിന് ഞാൻ സെയിന്റ് ജോസഫിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ ബോഡി കൊണ്ടുവന്നു. അധികം ആളുകളൊന്നുമില്ല. അവരത്ര ഫേമസ് അല്ലാത്തൊരു സ്ത്രീ ആയതുകൊണ്ട്, പാവപ്പെട്ടൊരു സ്ത്രീ ആയതുകൊണ്ട് കുറച്ച് ആളുകൾ അവിടെ ഉള്ളൂ. അപ്പോൾ എനിക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്കറിയാലോ, ഞാൻ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ്. സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത് ഓർക്കുന്നുണ്ട്, ബ്രോക്കൺ വിങ്സ്, നമ്മുടെ ഖലീൽ ജിബ്രാന്റെ ഒരു പുസ്തകം. അതിൽ പറയുന്നുണ്ട്, വാടിത്തുടങ്ങിയ അനേകം ചുമന്ന റോസാപ്പൂക്കൾക്ക് നടുവിൽ വാടാത്ത റോസാപ്പൂവാണ്, വെളുത്ത റോസാപ്പൂവാണ് എൻ്റെ ആനി എന്ന് പറയുന്നത് പോലെ അവരിങ്ങനെ വാടാതെ കിടക്കാണ്. അപ്പൊ ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ഇനി വേദനകളില്ലാത്ത, ആ സ്ത്രീയെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഇനി വേദനകളില്ലാത്ത ഒരു ലോകത്തേക്ക് ചേച്ചി പോയിക്കോ. അന്ന് ഞാൻ ആ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകാണ് അവരെ കണ്ടിട്ട്. സഹിക്കാൻ പറ്റുന്നില്ല. കാരണം വലിയ ആളുകളൊന്നും പ്രാർത്ഥിക്കാനില്ല. ആത്മാവിന് വേണ്ടി അന്ന് ദിവസം മുഴുവനും ഞാൻ പ്രാർത്ഥിച്ചു. ഇപ്പോഴും ഞാൻ കുർബാന ചൊല്ലുന്ന സമയത്ത് ഇടയ്ക്ക് ആ ഓർമ്മ വരും. അപ്പം ഞാൻ ആ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇതാണ് സഹനങ്ങളുടെ സമയത്ത് നമ്മൾ എങ്ങനെ നിൽക്കുന്നുവോ. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഐ ആം എ ബിലീവർ. നമ്മള് വിശ്വാസിയാണെന്ന് സഹനങ്ങളുടെ സമയത്ത് ഈശോയ്ക്ക് കാണിച്ചു കൊടുക്കണം. എങ്ങനെ നിൽക്കണം? നിശബ്ദമായി നിൽക്കണം. ഈശോയോടൊന്നും പെറുപെറുക്കാതെ, ഈശോയോട് മറുതലിക്കാതെ, ഈശോയെ അങ്ങ് തരുന്ന ഈ പാനപാത്രം ഞാൻ ഏറ്റെടുക്കാം എന്ന് ഈശോയുടെ മുന്നിൽ പറയണം. യെശയ്യാ പ്രവചനത്തിൽ പറയില്ലേ, അവൻ നിശബ്ദനായി രോമം കത്തിരിക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ നിശബ്ദനായി നിന്നുവെന്ന്. ഇതുപോലെ സഹനാനുഭവങ്ങളിലെല്ലാം നിശബ്ദനായിട്ട് നിൽക്കാനായിട്ട് നമുക്ക് കഴിയണം. സങ്കീർത്തനം 18:6, കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു. ഈ വചനം നേറ്റു പറഞ്ഞേ. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു. ഞാൻ കുറെ വചനം പറയാൻ പോവാണ്, വേറൊന്നും പറയുന്നില്ല, കുറെ വചനം. കാരണം എൻ്റെ പ്രസംഗമൊക്കെ അപര്യാപ്തമാണ്. ജീവിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ എനിക്ക് മാനസാന്തരം വരുത്താൻ പറ്റുള്ളൂ. ഇരുതല വാളിന്റെ മൂർച്ചയോടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. കണ്ണുകൾ നടച്ചേ, ഹൃദയത്തോട് കരങ്ങൾ ചേർത്ത് വെച്ചേ ഈ വചനം ഒന്ന് ഏറ്റു പറഞ്ഞ്, ഈശോയെ ഒന്ന് ഉള്ളിൽ കണ്ടുകൊണ്ട് ഈ വചനം പറഞ്ഞ്, കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു. സങ്കീർത്തനം 119:26, എന്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അങ്ങെനിക്ക് ഉത്തരമരുളി. നമ്മൾ ഈ ആരാധനയുടെ സമയത്തൊക്കെ നടക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ ഈശോയുടെ മുന്നിൽ നമ്മുടെ അവസ്ഥകൾ വിവരിക്കണം. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നില്ലേ, ഒരു കുഷ്ഠരോഗിയായ മനുഷ്യൻ കർത്താവിന്റെ മുന്നിൽ അവന്റെ മുറിവുകളും അശുദ്ധിയൊക്കെ കാണിച്ചിട്ട് പറയാണ്, കർത്താവെ അങ്ങ് ഹിതമാകുന്നെങ്കിൽ എന്നെ ശുദ്ധനാക്കണമേ. അപ്പൊ കർത്താവ് പറയുന്നു, ഞാൻ ഹിതമാകുന്നു, നീ ശുദ്ധിയുള്ളവനായിട്ട് തീരട്ടെ. അവന്റെ കുഷ്ഠം കർത്താവിന്റെ മുന്നിൽ തുറന്ന് കാണിക്കുകയാണ്. ഇതുപോലെ നമ്മൾ ഈശോയുടെ മുന്നിൽ നമ്മുടെ അവസ്ഥകളെല്ലാം കാണിക്കണം, നമ്മുടെ കുറവുകളെല്ലാം പറയണം. കർത്താവ് പറയുന്നില്ലേ, നിന്നെ കൂടാതെ എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ഈശോയുടെ അടുത്ത് വരണം. ഈശോയുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ എല്ലാ ബലഹീനതകളും കുറവുകളും സഹനാനുഭവങ്ങളും ഒക്കെ ഈശോയോട് പങ്കുവയ്ക്കാനായിട്ട് കഴിയണം. സങ്കീർത്തനം 77:1-2, ഞാൻ ദൈവത്തോട് ഉച്ചത്തിൽ നിലവിളിക്കും, അവിടുന്ന് കേൾക്കാൻ ഉച്ചത്തിൽ അപേക്ഷിക്കും. കഷ്ടദിനങ്ങളിൽ ഞാൻ കർത്താവിനെ അന്വേഷിക്കുന്നു, രാത്രി മുഴുവൻ ഞാൻ കൈവിരിച്ച് പിടിച്ചു, ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഈ വചനം നേറ്റ് പറഞ്ഞ് ഭയങ്കര വചനമാണ്. ഞാൻ ഓർക്കാണ്, എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു സഹനം ഉണ്ടായിരുന്ന സമയത്ത് ഒരു കാര്യം ഞാൻ പറയാം, സഹനമില്ലാതെ ഒരാത്മാവിനെ ഈശോ ഉയർത്തത്തില്ല. ശ്രദ്ധിക്കണേ, സഹനമില്ലാതെ ഒരാത്മാവിനും ഈശോ അഭിഷേകത്തിലേക്ക് വരാനുള്ള ഇൻവിറ്റേഷൻ തരത്തില്ല, നടക്കത്തില്ല ഒരിക്കലും. അമത്രസ്യ പറയില്ലേ, സഹനമാണ് ദൈവസ്നേഹത്തിന്റെ അളവുകോൽ. ഒരാളുടെ ജീവിതത്തിൽ എത്ര സഹനമുണ്ടോ അത്ര ഈശോ പ്രണയിക്കുന്നുണ്ട്. ഈശോ അത്രയും ആത്മാവിന് വേണ്ടിയിട്ട് ദാഹിക്കുന്നുണ്ടാവും, കൊതിക്കുന്നുണ്ടാവും. സഹനമില്ലാതെ, സഹനം ഒഴിവാക്കാൻ ആരും പ്രാർത്ഥിക്കണ്ട. സഹനം ഏറ്റെടുക്കാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കും. ആ സ്ഥൈര്യം കണ്ടു കഴിയുമ്പോൾ ഈശോ കൃപ തരും. ഒന്നുകിൽ ശാരീരികമായ എന്തെങ്കിലും വേദനകൾ അല്ലെങ്കിൽ മാനസികമായ എന്തെങ്കിലും തകർച്ചകളോ സങ്കടങ്ങളോ ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈശോയോട് പെറുപെറുത്ത് ഈശോ ഇട്ടിട്ട് പോകരുത്. ആ സമയത്ത് തെളിയിക്കണം. യു ഹാവ് ടു പ്രൂവ് ദാറ്റ് ഐ ആം യുവർ സൺ, ഐ ആം യുവർ ഡോട്ടർ. ഞാൻ നിന്റെ മകനാണ്, നിന്റെ മകളാണെന്ന് സഹനത്തിന്റെ സമയത്ത് ഈശോയുടെ മുന്നിൽ തെളിയിക്കണം. ഞാൻ ഓർക്കാണ് ഈ വചനം, ഞാൻ ഉറക്കമില്ലാതെയൊക്കെ രാത്രി ഇരിക്കുന്ന സമയങ്ങളുണ്ടായിരുന്നു ജീവിതത്തിൽ. ഒരു തരത്തിലും നിൽക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ഒരു സഹനാനുഭവത്തിലൂടെ കടന്നപ്പോ കർത്താവ് തന്നൊരു വചനമാണ്. ഈ വചനം നേറ്റു പറഞ്ഞ്, ഞാൻ ദൈവത്തോട് ഉച്ചത്തിൽ നിലവിളിക്കും, അവിടുന്ന് കേൾക്കാൻ ഉച്ചത്തിൽ അപേക്ഷിക്കും. കഷ്ടദിനങ്ങളിൽ ഞാൻ കർത്താവിനെ അന്വേഷിക്കുന്നു, രാത്രി മുഴുവൻ ഞാൻ കൈവിരിച്ചു പിടിച്ചു, ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല.
കണ്ണടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഈ വചനത്തിന്റെ അഭിഷേകം ഓരോ ഇഞ്ചും പൂർണ്ണമായി നിങ്ങളുടെ ഹൃദയത്തിലേക്കും മാംസത്തിലേക്കും അസ്ഥിയിലേക്കും ഒക്കെ ഇറങ്ങട്ടെ. വചനത്തിന്റെ അഭിഷേകം ലഭിക്കട്ടെ. വചനം നിങ്ങളുടെ ഹൃദയത്തിന്റെ കവാടങ്ങളെല്ലാം തുറക്കട്ടെ. ഏറ്റുപറഞ്ഞ്, ഞാൻ ദൈവത്തോട് ഉച്ചത്തിൽ നിലവിളിക്കും, അവിടുന്ന് കേൾക്കാൻ ഉച്ചത്തിൽ അപേക്ഷിക്കും. കഷ്ടദിനങ്ങളിൽ ഞാൻ കർത്താവിനെ അന്വേഷിക്കുന്നു. രാത്രി മുഴുവൻ ഞാൻ കൈവിരിച്ചു പിടിച്ചു, ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല. വലതുകരം ഉയർത്തി പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഇതാണ് ചില ജീവിതാനുഭവങ്ങളില് ഒന്നിനും നമ്മെ ആശ്വസിപ്പിക്കാൻ കഴിയില്ല. കർത്താവ് ഗെത്സമേൻ അനുഭവത്തിലേക്ക് നമ്മളെ പറഞ്ഞയക്കും. ആർക്കും, ഈ ഭൂമിയിലെ ആർക്കും നമ്മെ ആശ്വസിപ്പിക്കാനോ മനസ്സിലാക്കാനോ നമ്മളെ തൃപ്തിപ്പെടുത്താനോ ഒന്നും കഴിയാത്ത ഗെത്സമേൻ അനുഭവങ്ങള് കർത്താവ് തരും. എൻ്റെ മുന്നിലിരിക്കുന്ന പലരും, നിങ്ങളിൽ പലരും അങ്ങനെയുള്ള ഗെത്സമേൻ അനുഭവങ്ങളിലൂടെ കടന്നു പോയവരാണെന്ന് എനിക്കറിയാം. ആ സഹനത്തിന്റെ നീർച്ചാലിലൂടെയാണ് കൃപ നമ്മുടെ ഓരോരുത്തരുടെയും, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് ഒഴുകി വന്നിട്ടുള്ളത്, ഒഴുകി വരിക. വലതുകരം ഉയർത്തി പറഞ്ഞേ പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പ്രഭാഷകൻ 2:5 വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വചനമാണ്. പ്രഭാഷകൻ 2:5 എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. വചനം നേറ്റ് പറഞ്ഞ്, എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. അതാണ് കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരെല്ലാം കർത്താവ് പ്രിപ്പയർ ചെയ്യുക, റെഡിയാക്കുക സഹനത്തിന്റെ ചൂളയിലാണ്. സഹനത്തിന്റെ ചൂളയിൽ മാത്രം. നോക്ക്, വീണ്ടും അണ്ടർലൈൻ ചെയ്ത് ഞാൻ പറയാണ്, സഹനമില്ലേ കർത്താവിന് വഴികളിലല്ല. സഹനമില്ലേ കർത്താവ് അഭിഷേകത്തില് ഉയർത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. സഹനം ഉണ്ടെങ്കിൽ അഭിഷേകത്തിൽ നമുക്ക് വളരാം. സഹനമുണ്ടെങ്കിൽ പ്രാർത്ഥനയിൽ ബഹദൂരം നമുക്ക് പോകാം. സഹനമുണ്ടെങ്കിൽ അത് സ്വർഗത്തിന്റെ കൃപയൊഴുകുന്നത് സഹനത്തിന്റെ വിടവകളിലൂടെയാണ്. വലതുകരം ഉയർത്തി പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. കരങ്ങളടിച്ച് ഈശോയെ എന്ന് മഹത്വപ്പെടുത്തി. ഇപ്പൊ സഹനത്തിന് നന്ദി പറയണം കേട്ടോ. സഹനത്തിന് നന്ദി പറയോ എല്ലാവരും? സഹനത്തിന് നന്ദി പറയോ? ഒന്ന് പരസ്പരം നോക്കി ഒന്ന് ചിരിച്ച് ഒരു ഈശോമിശിഹായിരിക്കട്ടെ ഒക്കെ പറഞ്ഞ്. അപ്പൊ എന്റെ ഒന്നാമത്തെ ചിന്ത ഇതായിരുന്നു, എന്ത്? സഹനങ്ങളിൽ തളരാതിരിക്കാൻ പ്രാർത്ഥന വേണം. സഹനങ്ങളിൽ ആരെങ്കിലും തളർന്നിരിക്കുവാണെങ്കിൽ മനസ്സിലാക്കിക്കോ, പ്രാർത്ഥന കുറവുണ്ട്. പ്രാർത്ഥനയുള്ള മനുഷ്യൻ സഹനത്തിൽ തളരോ? പ്രാർത്ഥന ഇല്ലാത്തതുകൊണ്ടാണ്. നോക്ക്, ശ്രദ്ധിക്കേ, നിനക്കും എനിക്കും പ്രാർത്ഥന ഇല്ലാത്തത് കൊണ്ടാണ്, പ്രാർത്ഥന അപര്യാപ്തമായത് കൊണ്ടാണ് സഹനത്തിൽ പിറുവിറുക്കുന്നത്. യഥാർത്ഥത്തിൽ ആഴത്തിൽ പ്രാർത്ഥനയുണ്ടെങ്കിൽ ആരും പിറുവിറുക്കത്തില്ല. വലതുകരം ഉയർത്തി പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. അപ്പൊ ഇതാണ് ആദ്യത്തെ ചിന്ത. എന്തായിരുന്നു? പ്രാർത്ഥന. എന്തിനു നമ്മൾ പ്രാർത്ഥിക്കണം? ഒന്നാമത്തേത് എന്തായിരുന്നു? പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ. രണ്ടാമത്തേത് പിശാചിനെ ചെറുത്ത് തോൽപ്പിക്കാൻ. മൂന്നാമത്തേത് സഹനങ്ങളിൽ തളരാതിരിക്കാൻ. നാലാമത്തേത് ചുരുക്കി അച്ഛൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. നാലാമത്തേത് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ. എന്താണ്? വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ പ്രാർത്ഥനയുണ്ടായേ തീരൂ. ഈശോ തന്റെ അവസാന നാളുകളിലേക്ക് ചെന്ന് കഴിയുമ്പോ പത്രോസ് തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന്
തള്ളിപ്പറയുമെന്ന് മനസ്സിലാക്കുന്ന കർത്താവ് പത്രോസിനോട് പറയുന്നുണ്ട്, ലൂക്ക 22:31, ശിമയോൻ ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ എന്ത് വേണം? എന്ത് വേണം? എന്ത് വേണം? പ്രാർത്ഥന വേണം. വിശ്വാസം ക്ഷയിക്കാതെ നമ്മുടെ ആത്മാവിൽ നിലനിൽക്കണമെങ്കിൽ പ്രാർത്ഥന വേണം. പ്രാർത്ഥനയില്ലാതെ ആർക്കും വിശ്വാസത്തില് സ്ഥിരതയോടെ നിൽക്കാനായിട്ട് സാധിക്കത്തില്ല. വല്ലപ്പോഴും പള്ളിയിൽ പോകുന്ന ആൾക്ക് വിശ്വാസത്തിൽ സ്ഥിരപ്പെടാൻ പറ്റോ? കുടുംബ പ്രാർത്ഥന ചൊല്ലാത്ത ഒരു കുടുംബത്തിന് വിശ്വാസത്തിൽ ആഴപ്പെടാൻ പറ്റോ? പലരും ചിന്തയോടെയൊക്കെ പറയും, പള്ളിയിലൊന്നും പോകണമെന്നില്ല, കുടുംബ പ്രാർത്ഥന ഒന്നും ചൊല്ലണമെന്നും ഇല്ല, കൈ നെഞ്ചിൽ വെച്ചിട്ട് ഈശോയെ ഞാൻ എന്നെ സ്നേഹിക്കുന്നതെന്ന് ആത്മാർത്ഥമായി ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. അത് മതിയോ? അത് തട്ടിപ്പ് പ്രാർത്ഥനക്കാരാണ്. അങ്ങനെയല്ല. നമ്മൾ പ്രാർത്ഥിക്കണം. കോൺസ്റ്റന്റ് ആയിട്ട് സ്ഥിരതയോടെ ഈശോയോട് പ്രാർത്ഥിക്കാനായിട്ട് കഴിഞ്ഞാല് ഈശോ നമ്മളെ വിശ്വാസത്തില് സ്ഥിരപ്പെടുത്തത്തുള്ളൂ. എബ്രായർ 11:6, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കുന്നു. ഈ വചനം നേരിട്ട് പറഞ്ഞ്, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കുന്നു. ഇതാണ് വിശ്വാസത്തില് നമുക്ക് ആഴപ്പെടണമെങ്കിൽ, സ്ഥിരതയോടെ നിൽക്കണമെങ്കിൽ പ്രാർത്ഥന കൂടിയേ തീരൂ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്തു പറ്റും? ഒരു പ്രതിസന്ധി വന്നു, ഒരു പ്രശ്നം വന്നു, ഈശോ ഇട്ടിട്ട് പോകും. അപ്പൊ നല്ലതുപോലെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുക. ഈശോയെ, നമ്മള് മാതാപിതാക്കള് വിശ്വാസത്തിൽ ആഴപ്പെടുക. യഥോ രാജ തഥോ പ്രജ. നല്ലതുപോലെ പ്രാർത്ഥിച്ചു, ഈശോയുടെ മുന്നിലിരുന്ന് പ്രാർത്ഥിച്ചോ, ഒരുപാട് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ ഈശോയുടെ അഭിഷേകം പ്രാർത്ഥിച്ച് നേടിയെടുത്ത് കഴിയുമ്പോൾ ആ അപ്പന്റെ അമ്മയുടെ അഭിഷേകമായിരിക്കും ആ മക്കളിലേക്ക് കിട്ടുക. അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മക്കളും പ്രാർത്ഥിക്കണമെന്നൊന്നും ശഠിക്കരുത്, നടക്കത്തില്ല. അപ്പനും അമ്മയും പ്രാർത്ഥിക്കാതെ, ഈശോയെ സ്നേഹിക്കാതെ ജീവിതമാണ് ഏറ്റവും വലിയ പുസ്തകം, ഉപദേശമല്ല. ജീവിച്ച് കാണിച്ചെടുക്കുക. വാക്കുകൾ കുറച്ച് മതി. ഫ്രാൻസിസ് അസീസി പറയൂലേ, വാക്കുകൾ കുറച്ച് മതി, ജീവിതം നിങ്ങളുടെ പ്രസംഗമായിട്ട് മാറട്ടെ കേട്ടോ. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ എന്ത് വേണം? പ്രാർത്ഥന വേണം. എങ്ങനെയുള്ള പ്രാർത്ഥന? ആഴത്തിലുള്ള പ്രാർത്ഥന നമുക്ക് വേണം. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം.